ചേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് ചായ കുടിക്കാനുള്ള യോഗമില്ലെന്ന് പറഞ്ഞാൽ പോരെ. പറ്റി? അതായത് ജമന്തി നേരത്തെ എണീറ്റില്ല, തങ്കത്തിന്റെ അവിടെ ഗ്യാസും കഴിഞ്ഞു. അപ്പൊ തങ്കം പറഞ്ഞു വേണമെങ്കിൽ പിന്നെ ചായപ്പൊടിയെ പോയി കുടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ചായക്കടയിൽ പോയിട്ട് കുടിക്കണമെങ്കിൽ അവിടെ ക്ലീറ്റസ് ചായക്കടയിൽ പോയിരിക്കുകയാണ്. രാവിലെ പോയി. അപ്പൊ ഞാനും നേരെ ചായക്കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നാ പിന്നെ പോട്ടേന്ന് വിചാരിച്ച് കുളിച്ച് റെഡിയായിട്ട് നേരെ ഇവിടെ വന്ന് നേരെ വാസേട്ടന്റെ ചായക്കടയിൽ പോയിട്ട് വാസേട്ടനോട് വാസേട്ടാ ഒരു ചായ എന്ന് പറഞ്ഞ സമയത്ത് വാസേട്ടൻ പറയാണ് അയ്യോ അവനെ പാലൊന്നുമില്ല, പാല് തീർന്നു പോയി. ഒരു നേരത്തും പാലുണ്ടാവൂല്ലോ, അയാൾ എന്തിനു തുറക്കണെന്നാവോ അത്. അയ്യോ ഒന്നും പറയണ്ട. നിനക്കിപ്പോ ചായ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ. ഞാൻ ചായ കുടിച്ചതിന്റെ വിഷമത്തിലാണ് ഇവിടെ ഇരിക്കണത്. ചായ കുടിച്ചതിന് എന്തിനാ നീ വിഷമിക്കണേ? എടാ ഞാൻ ഇറങ്ങാൻ നേരത്ത് രണ്ടുപേരും കലക്കിക്കൊണ്ടുവന്ന ഓരോ ചായ. ഉമ്മാടെ കുടിച്ചാൽ ഇവളടയും, ഇവള് കൊണ്ടുവന്നത് കുടിച്ചാൽ ഉമ്മയടയും. പിന്നെ കുടുംബത്തൊരു ശല്യം വേണ്ടെന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി വലിച്ചു കുടിച്ച്. ഇപ്പൊ എനിക്ക് വയറിലിടങ്ങേറായിട്ട് ഇരിക്കാൻ പറ്റില്ലെന്ന്. ഹലോ, പറഞ്ഞോ. എന്താണ്? ജമന്തി വീണോ? എവിടുന്ന്? ആവോന്നോ? നീ എന്താ തങ്ക ഇങ്ങനെയൊക്കെ പറയണേ? എടി എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പറ. എന്നിട്ട് എന്താ പറ്റിയത് അവൾക്ക്? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണതെന്ന്? തങ്ക നിനക്ക് കാര്യം പറഞ്ഞ എന്താ കുഴപ്പം? ആ ശരി, നീ ഫോൺ കട്ട് ചെയ്തോ. എന്താ ജമന്തി വീണൂന്ന്? ജമന്തി വീഴേ? എന്തൊരു കഷ്ടം നോക്കി. ഇനിയിപ്പോ എന്ത് വേണ്ടി വരും? ഇവള് ഫോൺ ചെയ്തിട്ട് എന്നോട് എന്തോ വേറെ ആരോടെ പറയണ പോലെയൊക്കെ സംസാരിക്കണത്. ഇനി തങ്ക ഉന്തിയിട്ടതായിരിക്കോ? ആ എനിക്കറിഞ്ഞൂടാ. തങ്ക തന്നെ ഉന്തിയിടണത്. അല്ല നിന്റെ അല്ലേ വീട്, പറയാൻ പറ്റൂലേ. അല്ലാന്ന് അവള് ഇനിയിപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എനിക്കറിഞ്ഞൂടാ. എന്നോട് വേറെ എന്നോട് ദേഷ്യപ്പെടണം അവള്. എന്തിന്? നീ ഒരു കാര്യം ചെയ്ത വന്നേങ്ങട്. എന്ത് പോയി നോക്കാൻ നല്ലാണ്ട് ചെയ്യാൻ പറ്റും. നീ പോയി നോക്ക്. നീയും കൂടെ വാടാ. ഇനി ആശുപത്രി കൊണ്ടോണ്ടി വരികയാണെങ്കിലോ? ഞാനും പറഞ്ഞു ഇനി എന്നാ എനിക്ക് നിന്റെ കുടുംബത്തെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാതെ. നിന്നുണ്ടായിരുന്നു തങ്കം. വെള്ളം എടുത്തേ. ഞാൻ മധുവന്റെ കടയിൽ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടീമെല്ലാം അവിടെ നിൽക്കുക. കുമാരേട്ടന്റെ ചേട്ടൻ മരിച്ചതിന്റെ ഇന്ന് സഞ്ചാരിയായിരുന്നേ. അപ്പം ഇഡലിയും വടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അതൊക്കെ കഴിച്ചേ. അവനൂന്റെ വയറാന്നോർത്ത് തിന്നാൻ പാടില്ലേ? രാവിലെ ചായ കുടിക്കാൻ പോയ മനുഷ്യൻ വന്നു കയറുന്ന സമയം അവരൊക്കെ കൂടെ നിർബന്ധിക്കുമ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇച്ചിരി വെള്ളം തന്നേടി. കഷ്ടമാണ്. ഇന്ന് ഇവിടെ ഉണ്ടായ സംഗതി വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ആ ജമന്തി ആശുപത്രിയിലാ. ആശുപത്രിയിലോ? ആ എന്തുപറ്റി? അവള് മുറ്റത്ത് വീണോ? എങ്ങനെ? അത് മാത്രല്ല വേറെ കൊറേ സംഭവങ്ങൾ ഉണ്ടായി ഇവിടെ. എന്തോ നീ കാര്യം പറയേ. ക്ലീറ്റ എന്നോട് പറഞ്ഞില്ലേ പറമ്പിന്ന് വിറക് വിറക്കി കഞ്ഞിയും കറി വെക്കാൻ. അതിന് വേണ്ടിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു സാധനവും കിട്ടിയില്ല. പറമ്പിന്ന് എല്ലാം നനഞ്ഞ് ചീഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഞാനിങ്ങനെ കറങ്ങി അപ്പുറത്ത് വീടിന്റെ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ കുറച്ച് കൊതുമ്പും ചൂട്ടൊക്കെ ഇരിക്കണ്, ഉണക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോ വലിയ സംഗതിയാണോ? തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ സാധനം. അത് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതേ നമ്മുടെ ചായപ്പിൽ വെച്ച് തീ മൂട്ടി. ഞാൻ കഞ്ഞിക്ക് വെള്ളവും വെച്ച് ദേവ എന്നെ അപ്പൊ ഭദ്രകാളി ചുള്ളിക്കൊണ്ട് ജമന്തി എന്റെ ചൂട്ടാരെടുത്തുണ്ടോ, എന്റെ കൊതുമ്പ് ആരെടുത്തുണ്ടോ, എനിക്ക് വെള്ളം ചൂടാക്കാനുള്ളതെന്ന് പറഞ്ഞു എന്നെ വേണ്ട ചീത്ത. എന്റെ പൊന്നോ, ഞാൻ കേട്ടിട്ടില്ല എന്നെ ഇങ്ങനെ ഒരാളെന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടില്ല. അവള് ചീത്തയൊന്നും വിളിക്കത്തില്ല. നേരുന്ന് എന്നെ കണ്ണി കണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ ഒരു അക്ഷരം മിന്നിയില്ല ക്ലീറ്റോ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇതൊക്കെ പോട്ടെ, അവളവിടെ അരി കഴുകാൻ വെള്ളം വെച്ചിട്ടുണ്ടായി ചെരുവത്തില്. അതെടുത്ത് ആ തീയിലോട്ട് അങ്ങ് ഒഴിച്ചങ്ങ് കിടത്തി. എന്നിട്ട് ആ ചൂട്ടെല്ലാം മാരിക്കൊണ്ട് അങ്ങ് പോയി. അതുകൊണ്ട് ഇത് എങ്ങനെ പൊട്ടിയെന്ന് പറയട്ടെ. ആ പോക്ക് പോയി. പുള്ളിക്കാരി വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടിട്ട് കുളിമുറിലോട്ട് പോണ വഴിക്ക് ദേ എവിടാ എന്ന് പറഞ്ഞ ഒരു വീഴ്ച. ഒച്ച കേട്ട് ഞാൻ ചെന്നപ്പോ ഇങ്ങനെ കിടക്കുക മുറ്റത്ത്. സത്യം പറ, നീയാണോ തള്ളിയിട്ടെ? ഞാൻ എന്തിനാ തള്ളിയിടണേ? എന്റെ കൂടെ ദൈവമുണ്ട്. പണ്ട് മുതലേ എങ്ങനെയാ, എന്നോട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അപ്പ പണി കിട്ടും. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണമടി. കുടുംബത്തിലുള്ള ഒരെണ്ണം വിഴുന്ന് അവിടെ ആശുപത്രിയിൽ പോയപ്പോ ഇവിടെ ഇരുന്നിട്ട് കുറ്റം കൂടെ പറയുക. ഒന്ന് നിനക്ക് കൂടെ പോകാൻ പാടില്ലടി. എന്തിനാ? ഞാൻ അവൾക്ക് കൊള്ളൂലല്ലോ. അവളെന്നെ മുഖത്തടിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പെരുമാറണം. എനിക്ക് വൈരാഗ്യം ഉണ്ട്. ഞാൻ ഒന്നിനുമില്ല. എടീ അവിടെ കൊച്ചുണ്ടല്ലോ, കൊച്ച് നമ്മുടെ മോള്, അവൾ ഇത് കണ്ടായിരിക്കും വളർന്നു വരണം. നീ നോക്കിക്കോ. അവൾക്ക് ശരിയും തെറ്റൊക്കെ കണ്ടാ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഓക്കെ, അവളിപ്പോ കാണുന്നത് കൂടുതലും തെറ്റാ. ഓ ഇവനാണെങ്കിൽ വിളിച്ച ഒരു നേരം കിട്ടത്തില്ല, അവന്റെ പൊട്ട ഫോണും. നിങ്ങൾ എന്തിനാ ആദ്യം പിടിക്കണേന്നേ?
എനിക്ക് ആദ്യം ഉണ്ടാവുമോടി. ഞാൻ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെയല്ല എൻ്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. അതങ്ങനെ നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ. അങ്ങനെ അറിയാമെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. മതി വേദന ഉണ്ടാ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടേ ഇപ്പൊ അനുഭവിക്കണല്ലോ. പറയാതിരിക്കാണ് നല്ലത്. നോക്ക് ആ പതുക്കെ എന്റെ ദൈവമേ, ഇപ്പൊ സമാധാനമായല്ലോ. ഇനി 2-3 മാസത്തിന് അളകണ്ട അവിടെ ഇരുന്നോ. വെറുതെ ഇനി അതും പറയണ്ട. എങ്ങനെ പറയാതിരിക്കടോ? ഇവള് നിൽക്കേണ്ട സ്ഥാനത്ത് ഇവള് നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇന്ന് ഒരാവശ്യമില്ലാതെ തങ്കത്തിനോട് ചൊറിയാൻ പോയിട്ടാണ്. അവളുടെ അടുപ്പിൽ വെള്ളം പാരേണ്ട എന്ത് കാര്യമുണ്ട് ഇവൾക്ക്? അപ്പൊ ദൈവം കൊടുത്തതാ, അനുഭവിച്ചോ. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. നാട്ടൂന്ന് പറഞ്ഞ എന്റെ ചേച്ചിയല്ലേ. ഞാനപ്പോ ഒരു കുറുമ്പ് കാണിച്ചാൽ ക്ഷമിക്കൂലേ? അയ്യോ, കുറുമ്പ് കാണിക്കാൻ പറ്റിയൊരു മോതല്. കുറുമ്പ് കാണിക്കണ പ്രായനടി നിനക്ക് ആണാ? പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞ് വഴക്ക് പറയണ്ട. നീ ഒരു പണിയേ, അമ്മനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഓ, അമ്മയെ വിളിക്കുന്നു വേണ്ടോ. അമ്മ അവിടെ അമ്മാവൻ അസുഖം പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പിന്നെ അമ്മാവൻ ആര് നോക്കും? ഇനി ഇവിടെ കയ്യും കാലം പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടി നിലവിളിച്ച് ആയിട്ട് ഇങ്ങോട്ട് ഓടി വരില്ലേ? അത് ശരി, പിന്നെ അമ്മ വന്നില്ല പിന്നെ ആര് നോക്കും? നീ ഇവിടെ വന്ന് നോക്കുവോ? എന്തെങ്കിലും ഒരു ആശ്വാസത്തിനുള്ളതാടോ ആ തങ്കം. അപ്പൊ അവളുമായിട്ട് നല്ല രീതിയിൽ നിന്നാൽ പോലെ ഇവൾക്ക്. ഇനിയിപ്പോ തങ്കം ഇവിടെ വന്ന് നോക്കുന്നു വിചാരിക്കാൻ പറ്റുമോ? എല്ലാരും വെറുപ്പിച്ചിട്ടു ശ്രീകരൻ. പോട്ടെ, ഇനി വഴക്ക് പറയണ്ട. വേണ്ട ജയന്തി, കരയണ്ട. പോട്ടെ, കുട്ടികളത് മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയല്ലേ. വിശക്കണുണ്ടോ? നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കണോ? കഴിക്കാനല്ലേ ആവശ്യത്തിന് ഗുളികയും മരുന്നും കൊടുത്തേക്കണം. അത് 3 നേരം കൊടുത്താൽ പോരെ. ഞാൻ എൻ്റെ പുറത്ത് എന്തുട്ടാ കൊടുക്കണം? കിടക്കണേ, കിടന്നോ? കിടക്കണ്ടേ? വെറുതെ മെക്കിട്ട് കയറിട്ട് പിന്നെ പുന്നാരിക്കാൻ അവര് ആയിട്ട് അടുക്കും.